ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ഡോക്ടർ BR അംബേദ്കറെക്കുറിച്ചുള്ള പരാമർശവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഇന്നും ബഹളം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പാദരക്ഷ തുകൽ വ്യവസായം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനൊപ്പം കരകൌശല വൈദഗ്ധ്യത്തെ അടയാളപ്പെടുത്തുന്നതായും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പയർവർഗ്ഗങ്ങൾ, ഗോതമ്പ് എന്നിവയുൾപ്പെടെ 7 കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഊഹക്കച്ചവടം താൽക്കാലികമായി നിർത്തിവച്ചത് ജനുവരി മാസം വരെ നീട്ടി സെബി. നേപ്പാൾ വിദേശകാര്യമന്ത്രി അർസു റാണ ദ്യൂബ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരള നിയമസഭയുടെ 3ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം അടുത്ത മാസം 7-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്പീക്കർ AN ഷംസീർ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഒഡീഷയ്ക്കെതിരെ കേരളത്തിന് ജയം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ T20 പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം രാത്രി 7-ന്. വാർത്തകൾ വിശദമായി. ഡോക്ടർ BR അംബേദ്കറെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കക്ഷികളുടെ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭ രാവിലെ സമ്മേളിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, DMK, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കി. തുടർന്ന് ചില അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം ആരംഭിച്ചതോടെ സ്പീക്കർ ഓം ബിർല സഭ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ശ്രീ അമിത്ഷായുടെ പരാമർശം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ MPമാർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ അനുമതി നൽകിയില്ല. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആഭ്യന്തരമന്ത്രിക്കെതിരെ പ്രതിഷേധമുയർത്തിയതോടെ സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പാർലമെന്റിൽ പ്രതിഷേധങ്ങൾക്കിടെ BJP MP പ്രതാപ് സാരംഗിക്ക് പരിക്കേറ്റു. സംഭവത്തെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അപലപിച്ചു. വില നിയന്ത്രിക്കുന്നതിനായി പയർവർഗ്ഗങ്ങൾ, ഗോതമ്പ് എന്നിവ ഉൾപ്പെടെ 7 കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഊഹക്കച്ചവടം താൽക്കാലികമായി നിർത്തിവച്ചത് വരുന്ന ജനുവരി മാസം വരെ നീട്ടി സെബി. ബസ്മതി ഇതര നെല്ലിനങ്ങൾ, അസംസ്കൃത പാമോയിൽ, കടുക്, സോയാബീൻ തുടങ്ങിയ ഇനങ്ങളുടെ ഊഹക്കച്ചവടവും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളിൽപ്പെടുന്നു. പാദരക്ഷ തുകൽ വ്യവസായം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകുന്നുണ്ടെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഒപ്പം കരകൌശല വൈദഗ്ധ്യത്തിന്റെയും നൂതനത്വത്തിന്റെയും അടയാളവുമാണിതെന്ന് മന്ത്രി പറഞ്ഞു. തുകൽ കയറ്റുമതി കൌൺസിൽ സംഘടിപ്പിച്ച ദേശീയ കയറ്റുമതി മികവ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കയറ്റുമതിക്കാരുടെ സംഭാവനകളെ പ്രകീർത്തിച്ച ശ്രീ പീയൂഷ് ഗോയൽ മികച്ച ഫലം ലഭിക്കാൻ ഈ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൂട്ടായി പ്രവർത്തിക്കണമെന്നും പറഞ്ഞു. നേപ്പാൾ വിദേശകാര്യമന്ത്രി അർസു റാണ ദ്യൂബ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ഇഗ്രോ ഫൌണ്ടേഷനും കാഠ്മണ്ഡു സർവകലാശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇൻഡോ നേപ്പാൾ സമ്മേളനത്തെ അവർ അഭിസംബോധന ചെയ്യും. നാളെ നടക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച, മേഖലാതല സഹകരണം, മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. നേരത്തെ നടത്തിയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ വൈദ്യപരിശോധനയും ലക്ഷ്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല സന്നിധാനത്ത് ഭക്തജന പ്രവാഹം തുടർച്ചയായ 3ാം ദിവസവും തുടരുകയാണ്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി രഥഘോഷയാത്ര 22-ന് രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. സന്നിധാനത്ത് തുടർച്ചയായ 3ാം ദിവസവും തിരക്ക് തുടരുകയാണ്. 1 മണിക്കൂറിൽ 4500ഓളം തീർത്ഥാടകർ ദർശനം നടത്തുന്നതായാണ് കണക്കുകൾ. ശരംകുത്തി മുതൽ ഫ്ളൈ ഓവർ വരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 4 മണിക്കൂർ വരെ കാത്തുനിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തുന്നത്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര 22-ന് രാവിലെ 7-ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. 25-ന് വൈകിട്ട് സന്നിധാനത്തെത്തും. കേരള നിയമസഭയുടെ 3ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം അടുത്ത മാസം 7-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്പീക്കർ AN ഷംസീർ. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർണാടക സ്പീക്കർ UT ഖാദർ,
പ്രശസ്ത സാഹിത്യകാരൻ ദേവദത്ത് പട്നായിക് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന നിയമസഭാ അവാർഡിന് ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ട മയ്യഴിയുടെ പ്രിയ കഥാകാരൻ എം മുകുന്ദന് പുരസ്കാരം സമ്മാനിക്കുമെന്നും സ്പീക്കർ പറഞ്ഞു. ചലച്ചിത്ര പ്രേമികൾക്ക് വർണ്ണവിസ്മയങ്ങൾ സമ്മാനിച്ച 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരശ്ശീല വീഴും. 7ാം ദിവസമായ ഇന്ന് ഭ്രമയുഗം, ഫയർ, അവർനോത്ത് എന്നിവയുൾപ്പെടെ 68 ചിത്രങ്ങളുടെ പ്രദർശനം നടക്കുന്നുണ്ട്. മേളയിൽ ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും ആദ്യ പ്രദർശനം പൂർത്തിയായി. ഈ മാസം 13-ന് ആരംഭിച്ച മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നായി 177 ചലച്ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. 15 തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം നടക്കുന്നത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ T20 പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് നവി മുംബൈയിലെ DY പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. ഓരോ കളികൾ ജയിച്ച് ഇരു ടീമുകളും 1-1 എന്ന നിലയിലാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഒഡീഷയ്ക്കെതിരെ കേരളത്തിന് ജയം. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് കേരളം വിജയിച്ചത്. രാവിലെ 9 മണിക്ക് ഹൈദരാബാദിലായിരുന്നു മത്സരം. ഗ്രൂപ്പ് ബിയിലെ 4ാം മത്സരമാണിത്. ജമ്മുകാശ്മീരിലെ കുൽഗാം ജില്ലയിൽ ഇന്ന് പുലർച്ചെ നടന്ന ഏറ്റുമുട്ടലിൽ 5 ഭീകരർ കൊല്ലപ്പെട്ടു. കുൽഗാം ജില്ലയിലെ ബെഹിബാഗ് പ്രദേശത്ത് ഇന്ന് സംയുക്ത സേനയും ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. 2 സൈനികർക്ക് പരിക്കേറ്റു. ഒളിച്ചിരിക്കുകയായിരുന്ന ഭീകരരെ സംയുക്ത സേന വളഞ്ഞപ്പോൾ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പരിക്കേറ്റ സൈനികരെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഡിസംബർ 6-ന് ആരംഭിച്ച ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കുന്ന ഡ്രോൺ പ്രകടനങ്ങൾ ശ്രദ്ധേയമാകുന്നു. ഫെസ്റ്റിവലിന്റെ 30ാം വാർഷിക ആഘോഷത്തെ അടയാളപ്പെടുത്താൻ കൂടിയാണ് ഡ്രോൺ അഭ്യാസങ്ങൾ നടക്കുന്നത്. ബ്ലൂ വാട്ടേഴ്സ് ദ്വീപിനും ജുമൈറ ബീച്ചിനും മുകളിൽ രാത്രിയിൽ ആകാശത്ത് 1000-ലധികം ഡ്രോണുകളാണ് വിവിധങ്ങളായ മനോഹര രൂപങ്ങൾ സൃഷ്ടിക്കുന്നത്. ജനുവരി 12-നാണ് ഫെസ്റ്റിവൽ സമാപിക്കുന്നത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ നിന്നുള്ള 28 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ബഹ്റൈനിലെ തടങ്കലിൽ നിന്ന് മോചിതരായി നാട്ടിലെത്തി. നയതന്ത്ര ഇടപെടലുകളെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ മോചനം പ്രതീക്ഷിച്ചതിലും നേരത്തെ സാധ്യമായത്. ബഹ്റൈൻ സമുദ്രാതിർത്തിയിൽ അനധികൃതമായി പ്രവേശിച്ചു എന്നാരോപിച്ച് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മത്സ്യത്തൊഴിലാളികൾ അറസ്റ്റിലായത്. അപ്പീൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയതിനാൽ 6 മാസത്തെ തടവ് 3 മാസമായി കുറയ്ക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കുന്നതിന് നിയമപരമായ നടപടിക്രമങ്ങൾ ഉടനടി ഏർപ്പെടുത്തുന്നതിൽ ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി നിർണായക പങ്കുവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 21, 22 തീയതികളിൽ കുവൈറ്റ് സന്ദർശിക്കും. കുവൈറ്റ് അമീറിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ജനുവരി 13-ന് ആരംഭിക്കുന്ന മഹാകുംഭമേള പരിഗണിച്ച് 34 പ്രത്യേക ട്രെയിനുകൾ ഓടിക്കുമെന്ന് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. മുംബൈ, പൂനെ, നാഗ്പൂർ തുടങ്ങി വിവിധ നഗരങ്ങളിൽ നിന്നാകും ട്രെയിനുകൾ സർവീസ് നടത്തുക. ബുക്കിംഗ് നാളെ ആരംഭിക്കും. മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ താൻസൻ ഫെസ്റ്റിവലിൽ 2023-ലെ ദേശീയ താൻസൻ സമ്മാൻ പ്രശസ്ത തബലവാദകൻ പണ്ഡിറ്റ് സ്വപാൻ ചൌധരിക്ക് സമ്മാനിച്ചു. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഷാളുമാണ് സമ്മാനമായി നൽകിയത്. 2023-ലെ രാജാ മാൻസിംഗ് തോമർ പുരസ്കാരത്തിന് ഇൻഡോറിലെ സനന്ദ് ന്യാസ് എന്ന സ്ഥാപനം അർഹമായി. 35 വർഷമായി സംഗീത നാടക കലാരംഗത്ത് പ്രവർത്തിക്കുകയാണ് സ്ഥാപനം. പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ ഭാഗഭാക്കായ സർക്കാർ ഉടമസ്ഥതയിലുള്ള നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സിനെ ഉൾപ്പെടെ 4 സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി US. വലിയ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് സഹായം നൽകുന്നതിനാലാണ് ഉപരോധം ഏർപ്പെടുത്തിയതെന്ന് US അറിയിച്ചു. രാസായുധ വിഭാഗം ചുമതല വഹിച്ചിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിരിലോവിനെ കൊലപ്പെടുത്തിയ ബോംബ് സ്ഥാപിച്ചതായി സംശയിക്കുന്ന ഉസ്ബെക് പൌരനെ റഷ്യ കസ്റ്റഡിയിലെടുത്തതായി അന്വേഷണ സമിതി റിപ്പോർട്ട് ചെയ്തു. ഉക്രൈനിയൻ സ്പെഷ്യൽ സർവീസ് വഴിയാണ് തന്നെ റിക്രൂട്ട് ചെയ്തതെന്ന് പേര് വെളിപ്പെടുത്താത്ത 29-കാരനായ പ്രതി സമ്മതിച്ചതായി ഏജൻസി അവകാശപ്പെട്ടു. ജനറൽ കിരിലോവിനെ കൊല്ലാനുള്ള കരാർ പ്രകാരം ഇയാൾക്ക് $1,00,000 യൂറോപ്യൻ യൂണിയനിൽ താമസവും വാഗ്ദാനം ചെയ്തിരുന്നു. മോസ്കോയിലെ ബാലശിഖ ജില്ലയിലെ ചെർണോയ് ഗ്രാമത്തിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡോക്ടർ BR അംബേദ്കറെക്കുറിച്ചുള്ള പരാമർശവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഇന്നും ബഹളം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പാദരക്ഷ തുകൽ വ്യവസായം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനൊപ്പം കരകൌശല വൈദഗ്ധ്യത്തെ അടയാളപ്പെടുത്തുന്നതായും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പയറുവർഗ്ഗങ്ങൾ, ഗോതമ്പ് എന്നിവയുൾപ്പെടെ 7 കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഊഹക്കച്ചവടം താൽക്കാലികമായി നിർത്തിവച്ചത് ജനുവരി മാസം വരെ നീട്ടി സെബി. നേപ്പാൾ വിദേശകാര്യമന്ത്രി അർസു റാണ ദ്യൂബ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരള നിയമസഭയുടെ 3ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം അടുത്ത മാസം 7-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്പീക്കർ AN ഷംസീർ.
സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഒഡീഷയ്ക്കെതിരെ കേരളത്തിന് ജയം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ T20 പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം രാത്രി 7-ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.